ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ നരേന്ദ്രേട്ടാ. എന്തുണ്ട് മോളെ വിശേഷം? സുഖായിട്ടിരിക്കുന്നു. നിന്റെ സുഖവിവരം അന്വേഷിക്കാനല്ല ഞാൻ വിളിച്ചത്. മണിമാലയുടെ കാര്യം എന്തായി? നിന്റെ തന്തപ്പടിയെ പറ്റി ഒന്നും അറിഞ്ഞില്ലേ? അറിഞ്ഞു, പക്ഷെ കാണാൻ കഴിഞ്ഞില്ല. അന്ന് അവിടെ വെച്ച് അച്ഛനൊരു വണ്ടി തട്ടിന്ന് അറിഞ്ഞു, പക്ഷെ ഇപ്പൊ എവിടെയാന്ന് മാത്രം അറിയില്ല. നാളെ കുഞ്ഞിനെന്താ പരിപാടി? നാളെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഞാൻ കുറച്ചു ദിവസത്തേക്ക് ലീവാ. അതെന്തായാലും നന്നായി. മോളൊരു കാര്യം ചെയ്യും, നാളെ രാവിലെ ഇറങ്ങിക്കും. എന്നിട്ട് അച്ഛനെ വണ്ടി തട്ടിയ സ്ഥലത്തിന് ചുറ്റുമുള്ള ഹോസ്പിറ്റലൊക്കെ ഒന്ന് അന്വേഷിക്കും. ചിലപ്പോ അവിടെ എവിടെയെങ്കിലും അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിലോ? ആ സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. ഞാൻ അന്വേഷിക്കാം നരേന്ദ്രേട്ടാ. ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി എനിക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റാത്തോണ്ടല്ല ഞാൻ പറഞ്ഞത്. ഞാനാണ് കണ്ടുപിടിക്കുന്നെങ്കില് അങ്ങേറെ കാര്യം പോക്കാം. നീ ആവുമ്പോ എന്തെങ്കിലും കള്ളം പറഞ്ഞ് തഞ്ചത്തില് മണിമാല ഒപ്പിച്ചു കൊണ്ടുവന്ന് എന്റെ കൈ കൊണ്ടുതരും. മനസ്സിലായോ? മനസ്സിലായി. എങ്കിലേ മോള് ചേട്ടൻ പറഞ്ഞതുപോലെ ചെയ്യും. നീ പറയുന്നതൊക്കെ സത്യമാണോ? സത്യമാ ചേച്ചി. ശിവദാസന്റെ മകൾക്ക് ഞാൻ 7 ദിവസം സമയം കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ മണിമാല എത്തിക്കാമെന്ന് അവൾ എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. മാല നമ്മുടെ കയ്യിൽ കിട്ടിയെന്ന് തന്നെ കരുതിക്കോ. അത് കിട്ടും നരി. അതിന്റെ സൂചനകളാണ് ഈ കാണുന്നതൊക്കെ. കൂടുതൽ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ സംസാരിക്കണ്ട. നേരിട്ട് കാണുമ്പോളാവാം. ശരി ചേച്ചി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഈ നരേന്ദ്രനുമായിട്ടുള്ള പങ്ക് കച്ചവടം നിർത്താൻ പറഞ്ഞ നീ കേക്കില്ലേ? അവൻ എന്താ ഒരു കുഴപ്പം? അവൻ അവന്റെ ജോലികളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു പാർട്ട്ണർ എന്ന നിലയിൽ എനിക്കവൻ ഓക്കെയാണ്. പിന്നെ ഒരു പാർട്ട്ണർ? ഏതെല്ലാം ബിസിനസ്സുകാരുണ്ട് നിനക്ക് പാർട്ണർഷിപ്പ് ചെയ്യാൻ? അപ്പോ ഗുണ്ടായിസം കൂടെയുള്ള ഇവൻ തന്നെ വേണം. നേരെ ചൊവ്വയാണെങ്കിൽ ഒരു ഗുണ്ടകളും വേണ്ട. ഇതങ്ങനെ അല്ലാത്തോണ്ടാ. ഒരു തർക്കത്തിനൊന്നും ഇപ്പോ എനിക്ക് വയ്യ. നരേന്ദ്രന്റെ കാര്യം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാ. അത് തന്നെ ഇപ്പോഴും എനിക്ക് പറയാനുള്ളൂ.